സ്ഥാനാർത്ഥികളുടെ സത്യവാങ്മൂലത്തിലെ സ്പെഷ്യൽ അഡ്ഹസീവ് സ്റ്റാമ്പിന് നിയമസാധുതയില്ലെന്ന് വിദഗ്ധർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, വി.ഡി. സതീശൻ ഉൾപ്പെടെ സത്യവാങ്മൂലത്തിൽ ഉപയോഗിച്ചത് സ്പെഷ്യൽ അഡ്ഹസീവ് സ്റ്റാമ്പാണ്. നോട്ടറി സ്റ്റാമ്പുകൾക്ക് പകരമാണ് ഇത് ഉപയോഗിച്ചത്. ഇത് സ്റ്റാമ്പ് ആക്ടിന് വിരുദ്ധം എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. സ്റ്റാമ്പ് ആക്ട് അനുസരിച്ച് ഒരാവശ്യത്തിന് ഒരു സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാമ്പ് ഉപയോഗിക്കാതിരുന്നാലോ അല്ലെങ്കിൽ ആ തുകക്ക് തികച്ച് ഉപയോഗിക്കാതിരുന്നാലോ അൺസ്റ്റാമ്പ്ഡായി കണക്കാക്കും. അൺസ്റ്റാമ്പ്ഡായി കണക്കാക്കിയെന്ന് വെച്ചാൽ വാലിഡ് അല്ല. അപ്പോൾ ഇങ്ങനെ സ്പെഷ്യൽ അഡ്ഹസീവ് സ്റ്റാമ്പ് പതിച്ച അഫിഡവിറ്റോട് കൂടിയിട്ടാണ് ഏതെങ്കിലും സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തതെങ്കിൽ ആ നോമിനേഷൻ അസാധുവാണ്. നോമിനേഷൻ അസാധുവായാൽ തെരഞ്ഞെടുപ്പിൽ അയാൾക്കിപ്പോൾ ഭൂരിപക്ഷം കിട്ടിയാലും ആ തെരഞ്ഞെടുപ്പ് അസാധുവാണ്. അങ്ങനത്തെ വലിയൊരു നിയമപ്രശ്നം ഇതിനകത്തുണ്ട്. വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിപിൻ, ഇതൊരു നിയമപ്രശ്നമായി മാറുമോ? വിപിൻ, 2011 മുതൽ കേരള നോട്ടറിയായി പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് പി ചാത്തുക്കുട്ടിയാണ് നമ്മോട് ഈ സംസാരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം ഈ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിക്കുന്ന അഫിഡവിറ്റ് സത്യവാങ്മൂലത്തിൽ ഉപയോഗിക്കേണ്ടത് നോട്ടറി സ്റ്റാമ്പുകളാണ്. 5 രൂപയുടെ നോട്ടറി സ്റ്റാമ്പുകളാണ് ഒട്ടിക്കേണ്ടത്. 100 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള സ്റ്റാമ്പ് എന്ന് പറയുമ്പോൾ 20 സ്റ്റാമ്പുകൾ അതിൽ ഒട്ടിക്കണം എന്നുള്ളതാണ് സ്റ്റാമ്പ് ആക്ട് പ്രകാരം പറയുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നോട്ടറി സ്റ്റാമ്പുകൾ ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ സ്പെഷ്യൽ അഡ്ഹസീവ് സ്റ്റാമ്പുകളാണ് ഉപയോഗിച്ചു വരുന്നത്. അത് 100 രൂപയുടെ ഒരു സ്റ്റാമ്പോ അല്ലെങ്കിൽ 50 രൂപയുടെ 2 സ്റ്റാമ്പുകളോ ആണ് ഒട്ടിച്ചു വരുന്നത്. ഇത് കോടതിയിൽ എത്തുകയാണെങ്കിൽ ഇതിന് നിയമസാധുതയില്ല. കാരണം നോട്ടറി സ്റ്റാമ്പുകൾ അതിന് ലഭ്യതയ്ക്ക് മറ്റു പ്രയാസങ്ങളൊന്നുമില്ലാത്ത ഒരു ഘട്ടത്തിൽ മറ്റൊരു സ്റ്റാമ്പ് ആ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഡ്ഹസീവ് സ്റ്റാമ്പുകൾ ഒട്ടിച്ചിരിക്കുന്നത് നമ്മളൊന്ന് പരിശോധിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, നേമത്തെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷം സ്ഥാനാർത്ഥികളും ഉപയോഗിച്ചിരിക്കുന്നത് ഈ സ്റ്റാമ്പാണ് എന്നുള്ളത് കൂടിയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒപ്പം തന്നെ ഉന്മേഷ്, ട്രഷറി ഡയറക്ടർ നേരിട്ട് തന്നെ ഈ ഒരു സ്റ്റാമ്പ് അത് സത്യവാങ്മൂലത്തിൽ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കത്തയച്ചിരുന്നു ഒരു 4 വർഷം മുൻപ്. പക്ഷെ അതിന് ഇതുവരെയും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.